സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, വീട്ടുകാരെ, നാം എല്ലാം ഇപ്പോൾ ക്രിസ്മസിനൊരുക്കമായിട്ടുള്ള നോമ്പുകാലത്തിൽ കടന്നിരിക്കുക. എന്തിനാ നോമ്പുകാലം പ്രിയപ്പെട്ടവരെ? ഒരുങ്ങാനാ. ഒരുങ്ങിയില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം. ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചത് യേശുവിൻ്റെ അമ്മയപ്പനാ, യോസഫ് മാതാവും. എന്തുകൊണ്ടാണ് യേശു അവിടെ പിറന്നത്? കാലത്തൊഴുത്തിൽ നല്ലൊരു മനസ്സ് അമ്മയ്ക്കുണ്ടായിരുന്നു, മറിയത്തിനുണ്ടായിരുന്നു. നല്ലൊരു മനസ്സ് ഔസപിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ആ കുടുംബത്തിന് ചേർത്തത്. ഈ നല്ല മനസ്സുള്ള എല്ലാവർക്കും ക്രിസ്മസ് കിട്ടും, സന്തോഷം കിട്ടും. എന്താ മാലാഖമാർ പാടിയത്? അത്യുന്നത ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. അച്ഛൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അത്യുന്നത ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നന്മ നിറഞ്ഞവർക്ക്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ യേശുവിന് സമാധാനം കിട്ടാനായിട്ട്, പുൽക്കൂട്ടിൻ്റെ സമാധാനം കിട്ടാനായിട്ട്, ഒരു ഹാപ്പി ക്രിസ്മസ് ഉണ്ടാകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൃപയിൽ ജീവിക്കണം, തെറ്റ് മാറ്റണം. നമ്മൾ എന്തുമാത്രം നഷ്ടം നോക്കിയാലും ശരി, എന്തുമാത്രം ആഘോഷം ഉണ്ടായാലും ശരി, എന്തുമാത്രം കുർബാനയിൽ പങ്കെടുത്താലും ശരി, നല്ലൊരു മനസ്സിലെങ്കിൽ ഈശോ വരില്ല. അതുകൊണ്ട് യേശു വരുന്ന വലിയ മഹാ ഒരു അനുഭവമാണ് ക്രിസ്മസിൻ്റെതായ ആ സമാധാനം. അത് കുടുംബത്തിലുണ്ടാകട്ടെ, കുട്ടികൾക്കുണ്ടാകട്ടെ, കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ, അപ്പനമ്മയ്ക്കുണ്ടാകട്ടെ. അപ്പോൾ കുടുംബം രക്ഷപ്പെടും. സാധ്യമുള്ള ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കുക, രക്ഷനായി സ്വീകരിക്കുക, ആ കൃപയിൽ ജീവിക്കുക, തെറ്റുപേക്ഷി അപ്പനും അമ്മയും മക്കളും നന്നായി ജീവിക്കുക. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നന്മ കൊടുക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, നന്മ അയൽപക്കത്ത് കൊടുക്കുക. അപ്പം നമുക്ക് ക്രിസ്മസ് ഉണ്ടാകും, സമാധാനം കിട്ടും. അത് അച്ഛൻ ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.